ഇന്ന് എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോണം. റെഡി ആവണേക്കാൾ മുമ്പ് നമുക്കൊരു സ്കിൻ കെയർ ആവാം അല്ലെ. എനിക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടോ. എന്റെ സ്കിൻ കെയറിന്റെ ആത്മാർത്ഥത കണ്ട് കൊറിയക്കാര് മാറി നിൽക്കണം. അമാതിരി സ്കിൻ കെയറാ. റിസൾട്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ എന്റെ ഈ ഡെഡിക്കേഷന്റെ ആത്മാർത്ഥതയുടെയും റിസൾട്ട് ഇല്ലെന്ന് തന്നെ വേണം പറയാൻ കേട്ടോ. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് റെഡി ആവണേക്കാൾ മുമ്പ് ഞാൻ ഈ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്യുന്നതാട്ടോ. എന്റെ ഫേവററ്റ് ആ സാധനം. പിന്നെ ഇടയ്ക്ക് വന്ന് ഇവനെ ചൊറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനമില്ല. ആ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് നോക്കണേ. അതിന്റെ ഇടയിൽ ഞാനൊന്ന് റെഡി ആയിട്ട് വന്നു കേട്ടോ. മമ്മി അതിന്റെ ഇടയിൽ ഓവർനൈറ്റ് ഓട്സ് എന്ന് പറഞ്ഞ എന്തൊക്കെയോ വെട്ടിക്കൂട്ടിയിട്ട സാധനം എനിക്ക് കൊണ്ടു തന്നു കേട്ടോ. എനിക്ക് ഈ നാടൻ ഫുഡാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മമ്മിക്ക് മനസ്സിലാവില്ല. അവസാനം മമ്മി എനിക്ക് വാരിത്തന്നു. കാര്യം എനിക്ക് വാരിത്തരുമ്പോ ഞാൻ എനിക്ക് വാരിത്തരണ്ടെന്നൊക്കെ പറയാറുണ്ടെങ്കിലും മമ്മി വാരിത്തരുന്നത് ഒരു സന്തോഷാ. ഞാൻ അങ്ങോട്ടേക്ക് ചോദിക്കാറില്ലെങ്കിലും മമ്മി ഇടയ്ക്ക് എനിക്ക് അത് അറിഞ്ഞ് വാരിത്തരാറുണ്ട് കേട്ടോ. അമ്മൂന് ബാങ്കിൽ പോയിട്ട് എന്തോ ആവശ്യം ഉണ്ടായിരുന്നു. പോണ വഴിക്ക് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് അവരങ്ങ് പോയിട്ടോ. ഇതെന്റെ ഫ്രണ്ട് ആൻസി. ഞങ്ങള് പള്ളിയിലൊക്കെ പോയി നേരെ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. ഇത് മാളൂട്ടിയാണേ. അവളുടെ മോള് ഇടയ്ക്ക് ഓഡിയോ മെസ്സേജ് അയക്കുമ്പോണ്ടല്ലോ എന്റെ അടുത്ത് കടങ്ങുതൊക്കെ ചോദിച്ച് വട്ടം ചുറ്റിക്കണ ആളാ. അങ്ങനെ മാളൂട്ടിക്ക് എരിവില്ലാത്ത ഫ്രൈസും ഞങ്ങൾക്ക് എരിവുള്ള ഫ്രൈസും പിന്നെ കുറച്ച് നഗറ്റ്സും ജ്യൂസൊക്കെ വാങ്ങിച്ച് കുറെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ സംസാരം കേട്ടി കുഞ്ഞു കൊച്ചു വരെ തലയെ കൈവച്ചു പോയി. സ്വാഭാവികം, അതൊരു തെറ്റല്ല. മെയിൻ ആയിട്ട് ഞാൻ പോയത് മാളൂട്ടിനെ കാണാനാണേ. ജനിച്ചൊരു 28 ദിവസത്തിനുള്ള എപ്പോഴും അവളെ കണ്ടത് ഞാൻ. പിന്നെ അങ്ങനെ കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളതാ സത്യം. അങ്ങനെ നല്ലോണം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തൊരു നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു അന്ന്.